സോ ഡിയർ സ്റ്റുഡൻസ്, ക്രിസ്റ്റൽ നിങ്ങൾക്കറിയാം ഓൾറെഡി നെറ്റ് കോച്ചിങ്ങിന്റെ ഫീൽഡിൽ അത്യാവശ്യം ഗ്രോ ചെയ്തു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ അതിനിടക്ക് സെറ്റിന്റെ ഒന്ന് രണ്ട് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ടൈം ഓൾസോ വി ആർ ഗോയിങ് ടു റീസ്റ്റാർട്ട് അവർ പ്രോഗ്രാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സെറ്റിന്റെ ഒരു ജനറൽ ഓറിയന്റേഷനും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് സെഷൻ ആണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 10 പേര് പഠിച്ചിരുന്ന നമ്മുടെ ബാച്ചിൽ 5 പേർക്ക് അന്ന് സെറ്റ് എക്സാമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 50% അന്ന് ഒരു കൺവേർഷൻ റേറ്റ് ഉണ്ടായിരുന്നു. ജനറൽ പേപ്പർ മാത്രം എടുത്തിട്ടുള്ള ആൾക്കാർ. ഓക്കെ, നമ്മൾ മെയിൻ പേപ്പർ നിലവിൽ ഏതും കൊടുക്കുന്നില്ല എക്സെപ്റ്റ് ഹിസ്റ്ററി മാത്രമാണ് കൊടുക്കുന്നത്. കാരണം ഹിസ്റ്ററി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം, ഫുള്ളി ഉണ്ട്. ഓക്കെ, നെറ്റിന്റെ സിലബസിനേക്കാളും വലിയ സിലബസ് ആണ് സെറ്റിന്റെ സിലബസിനുള്ളത്. അപ്പൊ ഹിസ്റ്ററി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിന് മെയിൻ സബ്ജക്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജനറൽ പേപ്പർ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ജനറൽ പേപ്പർ, എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ധാരണ ഇല്ലാതെ നിങ്ങൾ ചുമ്മാ പോയിട്ട് എക്സാം എഴുതരുത്. നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് ദിസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഈസ് ഓൾ അബൌട്ട്. ഇത് എന്താണ് ഈ എക്സാമിനേഷൻ എന്നുള്ളതിനെ കുറിച്ച് ആദ്യം നമ്മൾ കൃത്യമായിട്ട് വൃത്തിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷനെ അപ്സ്കെയിൽ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നെറ്റിനും ഉള്ളതുപോലെ തന്നെ സെറ്റിനും 2 പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 2 എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ സബ്ജക്ട് ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. നിങ്ങൾ നിങ്ങളുടെ PG ലെവലൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്ട് ഉണ്ടാവില്ലേ, അങ്ങനെ ടോട്ടലി 31ഓളം സബ്ജക്റ്റുകൾ നമുക്ക് ഈ സെറ്റ് എക്സാമിനേഷന് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. കേരളത്തിൽ നടക്കുന്ന LBS നടത്തുന്ന എക്സാമിനേഷനിൽ. അതേ സമയത്ത് പേപ്പർ 1 എന്ന് പറയുന്നത്, ഞാൻ പേപ്പർ 2നെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ, കാരണം അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ സബ്ജക്റ്റുകളാണ്, ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അതേ സമയത്ത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ സബ്ജക്റ്റുകൾ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലത്. ഒന്ന് ചാറ്റിൽ ഇടാവോ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സബ്ജക്ട് ഏതാണെന്നുള്ളത്? പേപ്പർ 2 ഒന്ന് ചാറ്റിൽ ഇടും പെട്ടെന്ന്. ഫൈൻ. ഇംഗ്ലീഷ്, സൈക്കോളജി, ഫൈൻ. കൊമേഴ്സ്, ഹിസ്റ്ററി, ഫൈൻ ഫൈൻ, ഗുഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ പല സബ്ജക്റ്റുകളാണ് വരുന്നത് അല്ലെ. അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള മറ്റൊരു പേപ്പറാണ് എന്ത്, പേപ്പർ 1 എന്ന് പറയുന്നത്. ഇറ്റ്സ് കോമൺ ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. ആൻഡ് ഇതിൽ തന്നെ 2 സെക്ഷൻ ഉണ്ട്, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എ ആണ് ജനറൽ നോളജ്, പാർട്ട് ബി ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്. ടോട്ടലി ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ നമുക്കൊരു 6 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അപ്പൊ 6 കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾ എക്സാമിനേഷനിൽ നമുക്ക് 2 കാര്യങ്ങളുണ്ട് എന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. ഇനി ഇവിടെ കാര്യം മനസ്സിലാക്കിക്കേണ്ടത്, PG ഫസ്റ്റ് ഇയർ, BEd ഫസ്റ്റ് ഇയർ പിള്ളേർക്ക് സെറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. സെക്കൻഡ് ഇയറിന് പിന്നെയും പറ്റും, ഫസ്റ്റ് ഇയർ പിള്ളേർക്ക് പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോ എക്സാമിനേഷന്റെ പാറ്റേണിനെ കുറിച്ചെന്നുള്ള കാര്യങ്ങളൊന്ന് പറയാണ്. ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, ഈ ഒരു ഐഡിയ ഇല്ലാതെ നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എക്സാം പാറ്റേൺ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. രണ്ടിനും നമുക്ക് എന്ത് ചെയ്യും, 120 മിനിറ്റ് വെച്ച് കിട്ടും. അതായത് പേപ്പർ 1 നമുക്ക് 120 മിനിറ്റ്, ദാറ്റ്സ് ഈക്വൽ ടു 2 hours. ഇതിനും 2 hours ഇങ്ങനെ കിട്ടും. എങ്ങനെ, എക്സാമിനേഷൻ നേച്ചർ എന്താണ്, OMR മെത്തേഡ് ആണ്. ഐ ക്യാൻ ഷോ യു ദ OMR മെത്തേഡ് ആസ് വെൽ. ഓക്കെ, അപ്പൊ പേപ്പർ 1 120 ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് 120 മിനിറ്റ് കിട്ടുന്നത്. പേപ്പർ 2 120 ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ടാണ് 120 മിനിറ്റ് കിട്ടുന്നത്. അപ്പൊ പേപ്പർ 1 ഞാൻ പറഞ്ഞ പോലെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതിൽ 60 ക്വസ്റ്റ്യൻസ് പാർട്ട് എ എന്നും 60 ക്വസ്റ്റ്യൻസ് പാർട്ട് ബി എന്നും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എന്തുണ്ട്, 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിനും ഓരോ മാർക്കാണ്, ഓരോ മിനിറ്റ് സമയമുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ടൈം ഉണ്ട് ആക്ച്വലി. സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്ത് കഴിയും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ എന്തായാലും എടുക്കത്തില്ല. ഇനി പേപ്പർ 2 വരുമ്പോഴോ, അതിലും എന്തുണ്ട്, 1 മാർക്ക് ഈച്ച് വെച്ചിട്ട് പേപ്പർ 2 എന്ത് ചെയ്യുന്നുണ്ട്, 120 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മാക്സിമം സ്റ്റാറ്റിക്കും എന്ത് ചെയ്യുന്നുള്ളൂ, 120 ക്വസ്റ്റ്യൻ ഇല്ല, 80 ക്വസ്റ്റ്യൻസ് 1.5 മാർക്ക് വീതമാണ് വരുന്നത്. അപ്പൊ മാക്സിമം സ്റ്റാറ്റിക്സ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 80 ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ, 1.5 മാർക്കാണ്. ബാക്കിയുള്ളവർക്കൊക്കെ എത്രയാണ്, ഓരോ മാർക്ക് ഇൻറ്റു 120 ക്വസ്റ്റ്യൻസ് ഈക്വൽ ടു 120 മാർക്ക്. അപ്പൊ ഇവിടെ പേപ്പർ 2 120 മാർക്ക് ഉണ്ട്, പേപ്പർ 1 120 മാർക്ക് ഉണ്ട്. ടോട്ടലി നിങ്ങൾക്ക് മാക്സിമം എത്ര വരുന്നത്, 240 മാർക്ക് വരുന്നത്. ഈ 240 നിങ്ങൾ എത്ര കിട്ടിയാലേ പാസ്സാവുക എന്നുള്ളത് സെറ്റ് എക്സാമിനേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ എക്സാമിനേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. നിങ്ങൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കണം, ഇല്ലെങ്കിലോ തോൽക്കും, പ്രത്യേകിച്ച് പേപ്പർ 1. കാരണം പേപ്പർ 2 നിങ്ങൾക്ക് എന്തായാലും 120 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അത്യാവശ്യം നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. അതേ സമയത്ത് പേപ്പർ 1 നിങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 120 ചിലപ്പം
20 മാർക്കേ കിട്ടുള്ളൂ. കാരണം സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പേപ്പർ 1ന് കുറച്ച് റെലവൻസ് സെറ്റ് എക്സാമിനേഷനിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കാരണം നെറ്റ് എക്സാമിനേഷനെ പോലെ അല്ല. നെറ്റ് എക്സാമിനേഷൻ നമുക്ക് 10 യൂണിറ്റുകൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് 50 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ്. ഇവിടെ തിരിച്ചാണ്. ഇവിടെ 120 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പൊ അതില് ഇവിടെ കണ്ടോ എത്ര മാർക്ക് കിട്ടണം നിങ്ങൾ പാസ്സാകാൻ വേണ്ടി? നിങ്ങൾ ചിലപ്പോൾ ജനറൽ കാറ്റഗറി ആവും, അല്ലെങ്കിൽ OBC ആകും, അല്ലെങ്കിൽ നിങ്ങൾ SC/STയോ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവിടെ കണ്ടോ സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഉണ്ട്. അതായത് പേപ്പർ 1ൽ നിങ്ങൾക്ക് ജനറൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു 40% കിട്ടണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമുക്ക് 120 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, അതിന് 120 മാർക്ക് ഉണ്ട്. 120 മാർക്കിന്റെ 40% എത്ര മക്കളെ? നിങ്ങൾ പറ. അതായത് ജനറൽ പേപ്പർ പെട്ടിട്ടുള്ള ഒരാൾക്ക് എത്ര കിട്ടണം? 48 മാർക്ക് മിനിമം കിട്ടണം. ഓക്കെ, 48 മാർക്ക് കിട്ടണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഇത് സിമ്പിൾ മാത്തമാറ്റിക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. 120ന്റെ 10% എന്ന് പറയുന്നത് 12 അല്ലേ? 12 × 4 എത്രയാ? 48. അങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾ പേപ്പർ 1ൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 48 മാർക്ക് കിട്ടണം. പേപ്പർ 2ൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? 48 മാർക്ക് കിട്ടണം. ആ ടോട്ടലി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു 48% കിട്ടണം എന്നുള്ള. അതായത് 240ന്റെ somebody make disturbance. ഓക്കെ, സോ 240ന്റെ ഒരു 48% നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് ബേസിക്കലി. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ജനറൽ പേപ്പറിലുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്. OBC നോൺ ക്രീമി ലെയർ ആണോ അതിന്റെ സ്പെസിഫിക് സർട്ടിഫിക്കേഷൻ ഹാജരാക്കണം. അവിടെ പറയുന്നുണ്ട് കേട്ടോ, ഷുഡ് സബ്മിറ്റ് നോൺ ക്രീമി ലെയർ ഓർ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം ദ റവന്യൂ അതോറിറ്റി ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള. ഗവൺമെന്റ് ഓഫ് കേരള നിന്ന് റവന്യൂ അതോറിറ്റി നിന്നാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പൊ കൺസെഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. OBC സംബന്ധിച്ചിടത്തോളം 35% പേപ്പർ 1ൽ, 35% പേപ്പർ 2ല്. ഈ 35% പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, 120 ക്വസ്റ്റ്യൻസിൽ 60 ക്വസ്റ്റ്യൻസ് പറഞ്ഞ എത്രയായി? 50% ആയി. ഓക്കെ, അപ്പൊ നോക്കി ഒരു 60 പകുതി പോലും നിങ്ങൾ ശരിയാക്കണം എന്നില്ല. പക്ഷെ ശരിയാക്കേണ്ടത് വളരെ വൃത്തിക്കായിരിക്കണം. കാരണം ക്വസ്റ്റ്യൻസ് അത്രയുണ്ട്. 120 ക്വസ്റ്റ്യൻസ് ഒരൊറ്റയടിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ പോകുന്നത്. ഡിഫറെന്റ്ലി ഏബിൾഡിനും അതേ കേസൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ടോട്ടൽ വരുമ്പോൾ 45% എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 45%, 240ന്റെ 45%, 240 മാർക്കാണല്ലോ ടോട്ടലി വരുന്നത്. അതിൽ 45% കിട്ടണം. 240ന്റെ പകുതി എത്രയാ? 120. അത് എത്രയാ? 50%. അപ്പൊ നിങ്ങൾക്ക് ഒരു 240 ക്വസ്റ്റ്യൻസിൽ 120 പോലും നിങ്ങൾ ശരിയാക്കണം എന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു റെലവൻസ് മനസ്സിലാക്കിയിട്ട് സെറ്റ് എക്സാമിനേഷന്റെ ഈ ക്വാളിഫിക്കേഷൻ മേ ബി ഭാവിയിലേക്ക് മാറ്റിയേക്കാം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എക്സാമിനേഷൻ പഠിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് OMRന്റെ പ്രത്യേകത. OMRന്റെ ആൻസർ ഷീറ്റ് കണ്ടോ? ഇവിടെ ഞാനിത് ഒഫീഷ്യലി ഉള്ള OMR തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. ഇവിടെ സൈഡ് A ഉണ്ട്, ആൻസേഴ്സിന്റെ പോർഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേപ്പർ 1, പേപ്പർ 2, റോൾ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, നെയിം ഓഫ് ദി എക്സാമിനേഷൻ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, റോൾ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, ഇങ്ങനത്തെ കുറച്ച് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ബാർകോഡ് ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാ കൊടുക്കുക, രണ്ടാക്കിയിട്ട്. അവിടെ കണ്ടോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽക്ക് 120 ക്വസ്റ്റ്യൻ വരെ ഇവിടെ ഉണ്ട്. അപ്പൊ പേപ്പർ 1ന് നിങ്ങൾക്ക് ഒരു OMR ഷീറ്റ് കിട്ടും, പേപ്പർ 2ന് ഒരു OMR ഷീറ്റ് കിട്ടും. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ 120 × 1 മാർക്കാണ് ഓരോന്ന്. അപ്പൊ 120 മാർക്ക് കിട്ടും. ഇനി അഥവാറ്റ് തെറ്റിന്ന് വിചാരിക്കുക, അപ്പൊ നെഗറ്റീവ് ഉണ്ടോ? നോ മാർക്ക് ഷാൽ ബി ഡിഡക്റ്റഡ് ഫോർ ഇൻകറക്റ്റ് ആൻസർ. മീൻസ് നെഗറ്റീവ് മാർക്സ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഗൈസ്. അപ്പൊ ഇതൊക്കെ ഈസിലി മാറ്റാൻ വേണ്ടി പറ്റും ഇവർക്ക് റിഫോംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ക്ലിയർ ആകാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഒരു ബേസിക് പോയിന്റ് ആണ്. ഇനി ഒരു കാര്യം കൂടെ, അപ്പൊ നിങ്ങൾക്ക് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 120 അങ്ങ് കറക്കി കുത്താൻ പറ്റുമോ? ഒബ്വിയസ്ലി തോൽക്കും. കാരണം നമുക്ക് സേഫ് സോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് വെച്ചാല്, നിങ്ങൾ 120 ഒരു 60 മാർക്ക് നിങ്ങൾ ശരിയാക്കിയിട്ട്, അതായത് 50% നിങ്ങൾ ശരിയാക്കിയിട്ട് ബാക്കി 60 തൊടാതെ വിടണ്ട, വെറുതെ കുത്തിക്കോ. വെറുതെ കുത്തിയാലും ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരു 15 ശരിയായി കഴിഞ്ഞാൽ 75 മാർക്കായില്ലേ. പക്ഷെ 60 നിങ്ങൾ ഉറപ്പിക്കണം ആദ്യം ശരിയാണെന്നുള്ളത്. കാരണം നെഗറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട, മാർക്ക് കുറഞ്ഞു വരത്തില്ല, ചെയ്യുന്നതിന് കൃത്യമായിട്ട് കിട്ടുകയേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ 60 നിങ്ങൾ കറക്റ്റ് നല്ല രീതിയിൽ വായിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് 60 നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആക്കി, മിനിമം 50% നിങ്ങൾ കറക്റ്റ് ആക്കി.
ബാക്കി 60 ക്വസ്റ്റ്യൻസ് ഇല്ലേ, നിങ്ങൾക്ക് വേണ്ട പോലെ ബബിൾ ചെയ്തേക്ക്. ക്വസ്റ്റ്യൻ പേപ്പറും പോലും നോക്കാതെ ബബിൾ ചെയ്തേക്ക്. ചിലപ്പോൾ മാർക്ക് ശരിയാവുന്ന സമയത്ത് 75 90 മാർക്ക് കണ്ട് കിട്ടും. അപ്പോൾ വലിയ സംഭവമായി മാറും നിങ്ങൾ. പക്ഷെ സെറ്റ് തന്നെ ഉള്ളൂ, അല്ലാതെ അതിൽ JRF എന്ന് പറഞ്ഞ പോലെ വലിയ സംഭവമൊന്നുമില്ല. അപ്പൊ സെറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയോ? എക്സാമിന്റെ നേച്ചർ, പാറ്റേൺ, എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ബേസിക്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, കാരണം ഇനിയാണ് നമുക്ക് ഡീറ്റെയിൽ ഡിസ്കഷനിലോട്ട് പോകുന്നത്. സോ ഫാർ ഗുഡ് ഗൈസ്, ഓക്കെ ആണോ? ഗീവ് മി റെസ്പോൺസ്. Okay ആണ് sir. Yeah, fine. Now the most important part 1 പേപ്പർ 1 സിലബസിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാണ്ട് നോക്കാം. അപ്പൊ പേപ്പർ 1 ഉണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര്. ഒന്ന് നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസ് ഉണ്ട്. ഈ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്ക് അതർവൈസ് GK എന്ന് വിളിക്കാം, നമ്മൾ ജനറൽ നോളജിന്റെ ഒരു പാർട്ട്. ഞാൻ ഈ ഒരു പേജ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ നേരെ കൊണ്ടുപോകുന്നത് സിലബസിലോട്ടാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ലാംഗ്വേജ് ആൻഡ് റീസണിങ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് പാർട്ട് ഉണ്ട്, ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ശതമാനം നല്ലൊരു ഏരിയ ഉണ്ട്. ഇത് BEd പിള്ളേരൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണെങ്കിലും BEd അല്ലേ, അന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കണക്കിനായിരിക്കും. പക്ഷെ അതുപോലെയല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോട് എത്തുന്ന സമയത്ത് അവിടെ നമ്മൾ കൃത്യമായിട്ട് പക്കയായിട്ട് പഠിച്ചു പോകാൻ പറ്റണം. ദെൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇവാലുവേഷൻ, നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന രൂപത്തിലോട്ടുള്ള അതിൽ ഇവാലുവേഷൻ മെക്കാനിസം. ദെൻ കമ്മ്യൂണിക്കേഷൻ, ICT ഭാഗം, റിസർച്ച്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നതാണ് 6 യൂണിറ്റുകൾ. അപ്പൊ ഞാൻ ഒറ്റ കാര്യം ആലോചിക്കുക, നിങ്ങൾക്ക് 120 മാർക്കിനുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഇരട്ട ഏരിയയിൽ നിന്നാണ്. ഇതിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയുന്നത് നിങ്ങൾ 60 മാർക്കെങ്കിലും നിങ്ങൾ നേടാൻ വേണ്ടി പറ്റണം എന്നുള്ള ആ ലെവലിൽ നിങ്ങൾ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു അച്ചീവ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 6 ടോപ്പിക്കിന്റെ പേര് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഞാനത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് ചോദിക്കാം. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സിലബസ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഈ സിലബസ് നിങ്ങൾക്ക് അയച്ചു തരും ചെയ്യാം കേട്ടോ. ഫൈൻ, കാണുന്നുണ്ടല്ലോ? യാ ഫൈൻ, ഓക്കെ. അപ്പൊ ഇതില് നിങ്ങൾ നോക്കിക്കേ, ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ഇത് പാർട്ട് A, ഇത് പാർട്ട് B, ഇങ്ങനെ 2 ഭാഗമായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന്റെ ഡിവിഷനെ കുറിച്ച് ആലോചിക്കേ വേണ്ട, കാരണം നമുക്ക് സബ് ഡിവിഷനിൽ കട്ട് ഓഫ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോട്ടലി പേപ്പർ 1 നിങ്ങൾക്ക് കറസ്പോണ്ടിങ് പറഞ്ഞ പോലെ 45% അല്ലെങ്കിൽ 35% എന്താണോ നിങ്ങളുടെ കട്ട് ഓഫിൽ പറഞ്ഞിരിക്കുന്നത് ആ കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ പെടുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ മതി. അപ്പൊ യൂണിറ്റ് 1 നമുക്ക് ജനറൽ സ്റ്റഡീസ് ആണ്. അത് നോക്കിക്കേ, ജനറൽ സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, ഓക്കെ. ദെൻ കേരള സ്റ്റഡീസ് ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ജനറൽ സയൻസ് അറിയുമ്പോൾ അതിൽ കുറച്ച് മാത്സ് ഉണ്ട്, സ്റ്റാറ്റി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതിൽ നിന്ന് 10 ചോദ്യം ഒന്നും ചോദിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പക്ഷെ ചോദിച്ചേക്കാം. സോഷ്യൽ സയൻസിന് അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി തുടങ്ങിയിട്ടുള്ള ഭാഗം നിന്ന് അത്യാവശ്യം ചോദിക്കും. ഉണ്ടോ, ബേസിക്സ് ക്ലാസ് 10th ലെവലിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കും. ദെൻ ഹ്യൂമാനിറ്റീസും ചോദിക്കാറുണ്ട്, വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചറിലുള്ള മാസ്റ്റർ പീസ്, ആർട്ട് ഫോമുകൾ, കൾച്ചർ. ഇത് മാത്രം പഠിക്കണമെങ്കിൽ തന്നെ വലിയ ടോപ്പിക്കാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ബേസിക്സ് അറിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ട് അത് മാത്രം സോൾവ് ചെയ്ത് പഠിച്ചാലും മതി. പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ അന്വേഷിച്ച് പോയിട്ട് എവിടെ എത്തണം, എവിടെ ലിമിറ്റ് ചെയ്യണം എന്ന് ചിലപ്പോൾ അറിയാതെ പോകും. അങ്ങനെ ലിമിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ കേരള സ്റ്റഡീസ്, കേരള സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെന്റ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഇതും വലിയ ടോപ്പിക് ആക്ച്വലി. പക്ഷെ നിങ്ങളുടെ എക്സാമിനേഷൻ ഇത് എത്രമാത്രം പഠിക്കണം, വലിയ ഇൻഡെപ്തിൽ പഠിക്കുന്നു വേണ്ട. എനിഹൗ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ലാംഗ്വേജ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് ആൻഡ് റീസണിങ് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻഷൻ ഉണ്ടാവും, ഒരു വൊക്കാബുലറി, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, മാത്സ് പറഞ്ഞ പോലെ തന്നെ, ന്യൂമറസി സ്കിൽസ്, പാറ്റേൺ റെക്കഗ്നിഷൻ, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് തിങ്. ഓക്കെ. ദെൻ കറണ്ട് അഫയേഴ്സ്, ഇത് നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. റീസെന്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും ഡിസ്കവറീസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, നൊബേൽ പ്രൈസസിനെ കുറിച്ച് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ദെൻ അതിൽ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട്, മൂവ്മെന്റ്സ് ഉണ്ട്, ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ, UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ്. ഇത് നിങ്ങൾ ഈ സിലബസ് മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു പാഠമാണ്. അത്രയും വലിയ ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുമാരി ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ട് നല്ല ഉടായ്പിന്റെ പേരിൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെജിസ്ലേഷൻസ് ആൻഡ് ട്രീറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1971 മുതൽക്കുള്ള ട്രീറ്റീസും കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വരാൻ അത്യാവശ്യമുണ്ട്.
അത്യാവശ്യം പഠിക്കാനുണ്ട് അങ്ങനത്തെ ടോപ്പിക് മാത്രമാണ്. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എല്ലാത്തിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ധാരണയോട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് കണ്ടോ, UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ്. UN മാത്രം തന്നെ സത്യം പറഞ്ഞാൽ 1-2 മണിക്കൂറുകൾ പഠിക്കാനുണ്ടാവും, അത്രയുണ്ട് ടോപ്പിക്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, റിസർച്ച്, സ്കോളർഷിപ്പ് ആൻഡ് ന്യൂ ഇനിഷ്യേറ്റീവ്, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഇവരെന്താ വെച്ചാൽ സിലബസ് അങ്ങ് വാസ്റ്റ് ആക്കി കൊടുത്തേക്ക്. ഇവിടെ എവിടുന്ന് ഞങ്ങൾ ചോദ്യം ചോദിക്കും എന്ന് പറയാൻ വേണ്ടി ഡീറ്റെയിൽഡ് സിലബസ് അങ്ങ് തന്നു. എവിടുന്ന് ചോദിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് റീസെന്റ് ലെജിസ്ലേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ കണ്ടോ. ഇവിടെ നമ്മൾ പൊളിറ്റി എന്ന് പറഞ്ഞില്ലേ, ഇതിനെ ലിങ്ക് ചെയ്യുന്ന ടോപ്പിക് ആണത്. ആ രീതിയിൽ ബേസിക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഇവന്റ്സ് ആൻഡ് പേഴ്സൺസ് ആൻഡ് അവാർഡ്സ്, ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്ന കേട്ടോ. സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കൾച്ചർ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിനും ചോദിക്കാം, ഈ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ജനറൽ സ്റ്റഡീസും ചോദിക്കാം. അപ്പൊ യൂണിറ്റ് 1ഉം നമ്മൾ പറയുന്ന യൂണിറ്റ് 3യും നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് റീസണിങ്, കുറച്ച് മാത്സിന്റെ ഏരിയ ആണ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യണം. എങ്ങനെ നോട്ട് ചെയ്യണം? നിങ്ങൾ ഇതിനു വേണ്ടി ഒരു പുസ്തകം വാങ്ങിക്കുകയോ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഒരു സോഴ്സ് എടുക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സെൽഫ് സ്റ്റഡി ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിലെ ടോപ്പിക്സ് മനസ്സിലാക്കിയിട്ട് അതിനെ ഫർദർ റിസർച്ച് ചെയ്തിട്ട് ആ ഗൂഗിളിൽ നോക്കിയിട്ട് അതിൽ നിന്ന് നോട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാന്നുള്ള. പക്ഷെ അത് ടൈം കൺസ്യൂമിംഗ് ആണ്, ഞാൻ അതുകൂടെ പറയുന്നു. നമ്മുടെ സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയോളുണ്ടാവില്ല. വൈ യു ആർ ഡിപ്പെൻഡിങ് എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ക്രിസ്റ്റൽ. നിങ്ങൾ ക്രിസ്റ്റൽ പോലുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താ? എല്ലാം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമ്മളെ പാസ്സാക്കാനുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ മുന്നോട്ട് വെക്കുകയാണ്. ഇനി ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 4, അതിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്, ദെൻ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്, സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇത്രയും ഭാഗങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ശതമാനം ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അതായത് ഈ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നിന്ന് മാത്രം നിങ്ങൾക്ക് ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രതീക്ഷിക്കാം. ടോട്ടലി ഔട്ട് ഓഫ് 120 ക്വസ്റ്റ്യൻസ് എങ്കിലും ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള. ഓരോ യൂണിറ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ പറയും 6 യൂണിറ്റ് 120 ക്വസ്റ്റ്യൻ, അപ്പൊ ഒരു യൂണിറ്റ് 20 ക്വസ്റ്റ്യൻ, അപ്പൊ 120 എന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷെ ചിലപ്പം ചില സബ്ജക്റ്റുകൾ ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അത്രയും സിഗ്നിഫിക്കൻ്റാ. കാരണം നമ്മൾ പറയുന്ന പല വിദ്യാഭ്യാസത്തിന്റെ പോളിസികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ലേണിംഗ്, വളരെ പ്രധാനപ്പെട്ട ലേണിംഗ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വേണ്ടത്. ഇതാണ് നിങ്ങളുടെ ഒരു സെറ്റ്. പാർട്ട് എ. പാർട്ട് 2ൽ വരുന്നതാണ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. അതിൽ നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം. വളരെ ബേസിക് ആയിട്ട് കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചതിന് ശേഷം ടീച്ചിങ് മെത്തേഡുകൾ പഠിക്കണം. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ടീച്ചിങ് മെത്തേഡ്. പിന്നെ ലേണിംഗ്, അതായത് ലേണറെ സംബന്ധിച്ചിടത്തോളം ഓരോ സംഭവങ്ങളുണ്ട്. ഓക്കെ. അതും കൊണ്ട് കണ്ടോ, അപ്രോച്ചസ് ഓഫ് ഓരോ ആൾക്കാരുടെ പേര് പറയണ്ടോ. ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങൾ BEdന്റെ ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ പേരുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചു മറന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നിങ്ങൾ ആദ്യം ആലോചിച്ചു, നിങ്ങളൊരു റീസെന്റ് നടന്നിട്ടുള്ള സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് നേടാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കൊരു 60 ക്വസ്റ്റ്യൻസ് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ല പോലെ പണി എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാം. എന്നിട്ട് പഠിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും സെറ്റും കിട്ടിയില്ല, നെറ്റും കിട്ടിയില്ല, PG സെറ്റ് ആയില്ല, ഡിഗ്രിയും സെറ്റ് ആയില്ല, എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സാമ്പാർ എന്ന് പറഞ്ഞു പോകും. അത് വേണ്ട. ഇവാലുവേഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പല മെത്തേഡുകൾ ഉണ്ട് അല്ലെ. കണ്ടിന്യൂസ് ഇവാലുവേഷൻ, യൂണിറ്റ് ടെസ്റ്റ്, അസൈൻമെന്റ്, നമ്മൾ ഫീഡ്ബാക്ക് മെക്കാനിസംസ് എന്ന് പറയുന്ന ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ടോപ്പിക്സുകൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നിങ്ങൾ കോർ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് പോവാ. അല്ലാതെ നിങ്ങൾ പോയിട്ട് ക്ലാസ് റൂം ക്ലൈമറ്റ് ഇത് ഏത് ടോപ്പിക് എന്ന് വിചാരിക്കരുത്. അതൊക്കെ ലേണിംഗ് എൻവയോൺമെന്റ്. അത് നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവാ. വാട്ട് ആക്ച്വലി മേക്ക് വൺ ലേണിംഗ് പ്രോസസ് വെരി സിമ്പിൾ, വെരി പവർഫുൾ എന്നുള്ളത്. ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടോപ്പിക്ക് ഞാൻ ഇവിടെ സ്ക്രീൻ കാണിക്കാതെയാണ്. നിങ്ങൾ എന്റെ വോയിസ് മാത്രം കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ എന്തൊക്കെയോ കേൾക്കുന്നു, പക്ഷെ നിങ്ങളുടെ എഫിഷ്യൻസി കുറവായിരിക്കും. ബിക്കോസ് യു ആർ നോട്ട് സീയിങ് വാട്ട് ആക്ച്വലി ഐ എം സേയിങ് എന്നുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല, അപ്പൊ എഫിഷ്യൻസി കുറവാണ്. അതും ടീച്ചിങ് മെത്തേഡിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ലേണിംഗ് പ്രോസസ്സിലൊക്കെ കൊണ്ടുവരാൻ എന്നുള്ള ഒരു യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ വേണ്ടി കണ്ടോ അടുത്തൊരു യൂണിറ്റ് വരുന്നത്
അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് 5 ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ടോട്ടൽ വലിയ ചാപ്റ്റർ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ഏകദേശം 20 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, റിസർച്ച്, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ. ഇവർക്ക് ഇത് പല ടോപ്പിക് ആക്കായിരുന്നു, പക്ഷെ ഇവരെല്ലാം മിക്സ് ചെയ്തു. കണ്ടോ, കമ്മ്യൂണിക്കേഷൻ നെറ്റിന്റെ സിലബസാ, കമ്പ്യൂട്ടർ ആൻഡ് ICT നെറ്റിന്റെ സിലബസാ, റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നെറ്റിന്റെ സിലബസാ. ദെൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനത്തെ കുറെ ഇത് വേറെയാണ്, ഇത് നെറ്റിനില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ഡിഫറെന്റ് കരിക്കുലം, ഫ്രെയിംവർക്ക്, പോളിസീസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ടോപ്പിക് 3 ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇവിടുന്ന് ഒരു 20 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് നോക്കിക്കേ, ഈ ടീച്ചിങ് 20 ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് നോക്കിക്കേ, അതുപോലെ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഈ 3 നിങ്ങൾ ആസ് സച്ച് പഠിക്കുകയാണെങ്കിൽ, വൃത്തിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപകാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഒന്ന്, ടീച്ചിങ്, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ, ICT, ഇവാലുവേഷൻ, ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ഫിലോസഫിക്കൽ, സോഷ്യോളജിക്കൽ, സൈക്കോളജിക്കൽ, ഇങ്ങനത്തെ പല മേഖലകളിലുള്ള വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും സെറ്റിന്റെ യഥാർത്ഥ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയും ചെയ്യും. അപ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഡിഫറെന്റ് ലെവൽസ്, അപ്രോച്ചുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് പുറമെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിലൂടെ പഠിക്കുമ്പോൾ, അതിന് പുറമെ ജനറൽ സ്റ്റഡീസിലൂടെ പഠിക്കുമ്പോൾ, അതിന് പുറമെ ലാംഗ്വേജ് റീസണിലൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 120 ഒരു 80 മാർക്സ് ഈസിലി എൻഷുർ ചെയ്യേണ്ടി പറ്റും. 80 മാർക്സ് ഈസിലി എൻഷുർ ചെയ്യേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ 6 യൂണിറ്റിൽ 3 യൂണിറ്റുകൾ മാത്രം നോക്കണം എന്നല്ല, 3 യൂണിറ്റുകൾ മാത്രം നോക്കി പോകരുത് എന്നുള്ള. നിങ്ങൾക്ക് ജനറൽ സ്റ്റഡീസിന് ഒരു ഐഡിയ ഉണ്ടാവണം, ലാംഗ്വേജ് റീസണിന് ഐഡിയ ഉണ്ടാവണം. എല്ലാത്തിനും കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഗ്രാജുവൽ ഇമ്പ്രൂവ്മെന്റും ടോട്ടൽ റിസൾട്ടും കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഈ സിലബസിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഈ സിലബസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാൻ വേണ്ടി പറയാം. അപ്പൊ അതൊന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരൊറ്റ കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതിനെ ഒന്ന് ബേസിക്കലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ. ജസ്റ്റ് ട്രൈ ടു ആൻസർ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടല്ലോ, പെട്ടെന്ന് പറയും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ 3 നിങ്ങളുടെ ആൻസേഴ്സ് എന്ന് പറഞ്ഞേ. ലെറ്റ്സ് സീ ഹൗ മച്ച് വി ആർ റെഡി നൗ എന്നുള്ളത്. ഇത് 3 ബേസിക്കലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് യു നോ സംതിങ് അബൌട്ട് സംതിങ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ദീസ് ആർ സംതിങ് വെരി ബേസിക്. പെട്ടെന്ന് എവരിബഡി നിങ്ങൾ ആൻസർ ചെയ്യാതിരിക്കണ്ട, കാരണം നെഗറ്റീവ്സ് ഇല്ലല്ലോ. അപ്പൊ ആൻസർ ചെയ്യേ. ഒന്നാമത്തിന്റെ ആൻസർ പെട്ടെന്ന്. എ പറഞ്ഞു, സി പറഞ്ഞു, ബാക്കിയുള്ളവർ പെട്ടെന്ന് പറയും. നിങ്ങൾ എന്താ പറയാണ്ടിരിക്കണേ? ഓക്കെ, എ ഫൈൻ. ഒന്നാമത്തതിന്റെ വായിച്ചു നോക്കിക്കേ. നെയിം ഓഫ് എക്കണോമിക് സിസ്റ്റം വിച്ച് ഇസ് ഡോമിനേറ്റഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ്. മാർക്കറ്റ് ഫോഴ്സസ് ഡോമിനേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? സോഷ്യലിസം എന്നാണോ വിളിക്കുക? അത് ഗവൺമെന്റ് ഇന്റർവെൻഷനിൽ കൂടുതൽ വരുന്ന ഒരു കാര്യമായിരിക്കും. അതല്ല. ഫ്യൂഡലിസോ? അത് ലാൻഡ് ആണ്, ലാൻഡ് ബേസ്ഡ് ആണ്, മാർക്കറ്റിനെ കുറിച്ചല്ല. അപ്പൊ ഇതുമല്ല. പിന്നെ ക്യാപിറ്റലിസം ഉണ്ട്, മിക്സ്ഡ് എക്കണോമി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മിക്സ്ഡ് എക്കണോമിയിൽ ഗവൺമെന്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോസ് ടു ക്യാപിറ്റലിസം, ഇൻ വിച്ച് മാർക്കറ്റ് ഫോഴ്സസ് കോൾഡ് ആസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അവരാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഈ ഒരു അപ്രോച്ച് സ്വീകരിക്കാൻ വേണ്ടി നോക്കുന്നത്. ഗോ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണെന്ത്? കോപ്പി റൈറ്റ്, പാറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ WTOയുടെ റെഗുലേഷൻസിൽ വരുന്നതാണ്. അതിൽ പാറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പാറ്റന്റ് എന്ന് പറയില്ലേ, എത്ര വർഷത്തേക്കാണ് മിനിമം ഗ്യാരണ്ടി ചെയ്യുന്നത് ഒരു സംഗതിയുടെ പാറ്റന്റ്? പെട്ടത് കമന്റ്. ഓപ്ഷൻ എ പറഞ്ഞവരുണ്ട്, ഓപ്ഷൻ ബി പറഞ്ഞവരുണ്ട്, ഓപ്ഷൻ ഡി പറഞ്ഞവരുണ്ട്, എ പറഞ്ഞവരുണ്ട്, ബി പറഞ്ഞവരുണ്ട്, ഡി പറഞ്ഞവരുണ്ട്. സി ആരെങ്കിലും ഉണ്ടോ? ഉത്തരം വരുന്നത് ഡി ആണ് കേട്ടോ. 20 വർഷത്തേക്കാണ് വരുന്നത്. അപ്പൊ അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള എക്കണോമിക് ഇൻഫർമേഷൻ. എക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ദെൻ അപെക്സ് ബോഡി ഓഫ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ബോഡി ഏതാണ്? ബോഡിയാണ് ചോദിക്കുന്നത് കേട്ടോ.
പെട്ടെന്ന്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2016 കാരണം 2014 ആര് വന്നത്? നീതി ആയോഗ് വരുന്നത്. 2015 മുതൽക്കാണ് നീതി ആയോഗ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ചോദ്യം 2016 ചോദിച്ചത്. 2024 നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നു വിചാരിക്കരുത്. ഇതാണ് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് നീതി ആയോഗ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എങ്കിൽ പേപ്പർ 1 ക്ലിയർ ആവില്ല. പേപ്പർ 1 ക്ലിയർ ആയിട്ടില്ലെങ്കിൽ സെറ്റ് കിട്ടില്ല കേട്ടോ. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കിക്കേ നിങ്ങൾ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന നമുക്കൊരു യൂണിറ്റ് ഇല്ലേ, അതിൽ നിന്ന് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മേക്ക് ഇറ്റ് ഫാസ്റ്റർ, പെട്ടെന്ന്. വെരി ഗുഡ് ആര്യ. എന്താ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ? ഒരു ഹയർ അതോറിറ്റിയിൽ നിന്നും ലോവർ അതോറിറ്റിയിലോട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യുന്നതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ ഓർഡർ അങ്ങനെയല്ലേ വരിക? എന്റെ മുകളിൽ ഒരു സീനിയർ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, എന്റെ ഹെഡ് ഓഫീസ്, ഞാൻ പോലീസുകാരനാണെന്ന് വിചാരിക്കുക, കോൺസ്റ്റബിൾ ആണ്. എന്റെ മുകളിൽ SI ഉണ്ട്, അതിന് മുകളിൽ CI ഉണ്ട്. CI ആണ് എന്റെ പ്രൊമോഷൻ ഓർഡർ എനിക്ക് തരിക, അല്ലാതെ ഞാൻ CIക്ക് അല്ല കൊടുക്കുക. അപ്പൊ ഇത് ഡൗൺവേർഡ് ആണ്. ട്രാൻസ്ഫർ പോളിസി അതേപോലെ തന്നെ, പ്രൊമോഷൻ കിട്ടുന്ന പോലെ തന്നെ ട്രാൻസ്ഫർ ആക്കുന്നത് അവർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് അപ്രൈസൽ റിപ്പോർട്ട്. ഞാൻ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്, എന്നെ എന്താണ് ധീരതക്കുള്ള അവാർഡിന് വേണ്ടി റിപ്പോർട്ട് ഇതാക്കുന്നുള്ളത് ഞാനല്ല തയ്യാറാക്കുക, അവരെ തയ്യാറാക്കുക. ഇതും അതാണ്. പക്ഷെ ബ്രേക്ക് ഡൗൺ സമ്മറി, ഒരു വിഷയത്തെ കുറിച്ചുള്ള ബ്രേക്ക് ഡൗൺ സമ്മറി എന്ന് പറയുന്നത് ടോപ്പ് ലെവലല്ല, ഗ്രൗണ്ട് ലെവലിലാണ് പ്രിപ്പറേഷൻ നടക്കുക. എന്നിട്ടാണ് മോൾക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. അതായത് ഇന്ന നാട്ടിൽ ഒരു പ്രശ്നം നടക്കുകയാണ്, അതിന്റെ റിപ്പോർട്ട് ആരെ കൊടുക്കുക? താഴെ കടയിലുള്ള ആൾക്കാരെ കൊടുക്കുക. ഇത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ആൻസർ വരുന്നത് D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതൊന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ആൻസർ വേണ്ടി ശ്രമിക്കേ. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫാക്ച്വൽ ക്വസ്റ്റ്യനും കുറച്ച് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ കമ്മ്യൂണിക്കേഷന്റെ ക്വസ്റ്റ്യൻ കോൺസെപ്ച്വൽ ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് കത്തിക്കഴിഞ്ഞാൽ ഇത് ഈസിലി ആൻസർ വേണ്ടി പറ്റും. ഓക്കെ, അതേ സമയത്ത് അടുത്തൊരു ചോദ്യം തന്നെയാണ്. വെരി ഗുഡ്. C പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ. ലെറ്റ് മീ ഡീൽ. നിങ്ങൾ ആലോചിക്കുക, ദ പ്രോസസ് ഇൻവോൾവ് ഇൻ മോണിറ്ററിംഗ് ദ സബോർഡിനേറ്റ് ലെവൽ പെർഫോമൻസ്, കമ്പയറിംഗ് വിത്ത് സെറ്റ് ടാർഗറ്റ്സ് ആൻഡ് സജസ്റ്റിംഗ് റെക്ടിഫിക്കേഷൻ, പോപ്പുലർലി നോൺ ആസ് വാട്ട്. അതായത് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മളൊന്ന് ഡീകോഡ് ചെയ്തെടുക്കുക. അതായത് ഞാനിവിടെ ഹെഡ് ഓഫീസിൽ ഇരിക്കുകയാണ്, എനിക്ക് എന്റെ കയ്യിൽ 5 സ്റ്റാഫ് ഉണ്ട്. ഞാൻ ഇവരുടെ കാര്യങ്ങൾ സബോർഡ് ലെവൽ പെർഫോമൻസ് ഞാൻ മോണിറ്റർ ചെയ്യാണ്, ഞാൻ നോക്കുകയാണ്. അപ്പൊ അത് ഇത് ചെയ്യരുത് എന്ന് പറയും. എന്നിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും ടാർഗറ്റ് കൊടുത്തിട്ട് ഇവരുടെ പെർഫോമൻസ് നോക്കുകയാണ്. എന്നിട്ട് ഇവർക്കുള്ള മാറ്റം, ഇത് പോരാ, ഇന്നത് പോരാ, ഇന്നത് കൊള്ളാം, ഇന്നത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവർക്ക് സജഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓർഗനൈസിങ് എന്നുള്ളതാണോ, ഡയറക്റ്റിംഗ് എന്നുള്ളതാണോ, കോർഡിനേറ്റിംഗ് എന്നുള്ളതാണോ, കൺട്രോളിംഗ് എന്നുള്ളതാണോ? ഇറ്റ്സ് എ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ മോണിറ്ററിംഗ് ദ സബോർഡിനേറ്റ് ആണ്, ഒരുമിച്ചുള്ള ആൾക്കാരല്ല. അതായത് ഞാനും എന്റെ സുഹൃത്തും ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ കോർഡിനേഷൻ ആണെന്ന് പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ കുറച്ച് കൺട്രോളിംഗ് ആണ് വരുന്നത്. ആൻസർ ഗോസ് ടു C. കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒക്കെ മനസ്സിലായിട്ടുണ്ടോ? ഗിവ് മി എ റെസ്പോൺസ് വെദർ ദീസ് എക്സ്പ്ലനേഷൻസ് ആർ ഫൈൻ. അപ്പൊ അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോന്നും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2 രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് ചില ക്ലാസ്സുകൾ കേട്ട് പഠിക്കാം, ചിലത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പഠിക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്രിസ്റ്റൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഗാ ഓപ്പർച്യൂണിറ്റിയോട് ഞാൻ പറയാണ്. എന്നിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്, ഒന്ന് നമ്മൾ കുറച്ച് കോർ ക്ലാസ്സസ് തരും. ഓക്കെ, കോർ ക്ലാസ്സസ് ഐ ക്യാൻ ഷോ യു, ഞാൻ അത് കാണിക്കാം. ഒന്ന് നിങ്ങൾക്ക് കോർ ക്ലാസ്സസ് തരും. ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ICT, റിസർച്ച്, ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ വാല്യൂസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ കോർ ക്ലാസ്സസ് വരും. അതിന്റെ പുറമെ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തില്ല 5 എണ്ണം, എന്തുകൊണ്ട് ഇത് എന്നുള്ളത്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ എക്സ്പ്ലനേഷൻ വെച്ചിട്ടുള്ള PYQ ഡിസ്കഷന്റെ സെഷൻസും നിങ്ങൾക്ക് ലഭ്യമാക്കും. പ്ലസ് നിങ്ങൾക്ക് ചില മോക്ക് ടെസ്റ്റ് കൂടെ ചെയ്യുന്ന സമയത്ത് യു ഗൈസ് വിൽ ബി ഏബിൾ ടു ക്ലിയർ ദിസ് സെറ്റ് എക്സാമിനേഷൻ ഇൻ പേപ്പർ 1. പേപ്പർ 1 നിങ്ങൾ സെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യും എന്നുള്ളത്
നമ്മൾ നിങ്ങളോട് പറയുന്നത് 100% ഗ്യാരണ്ടിയില്ല. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തരുന്ന ചില ക്ലാസ്സസ്, നമ്മൾ ചെയ്യിപ്പിക്കുന്ന ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മൾ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു തരുന്ന ചില PYQ ഡിസ്കഷൻസ്, ഇത് നിങ്ങൾ ആസ് സച്ച് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ അതുകൊണ്ട് അതിന് നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് ഒരു 30 ഡേയ്സ് നിങ്ങൾ അതിന് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഒരു 30 ദിവസം നിങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ ഒരു 30 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് മാറ്റി സെൽഫ് ലേണിംഗ് ചെയ്താൽ മതി. നിങ്ങൾക്ക് റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ലഭിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1 എന്തായാലും ക്ലിയർ ആയി കിട്ടും. പേപ്പർ 1ൽ നിങ്ങൾ നല്ലൊരു മാർക്ക് വാങ്ങിച്ചു. പേപ്പർ 2ൽ മിനിമം കട്ട് ഓഫ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതായത് പേപ്പർ 2ൽ നിങ്ങൾക്ക് മിനിമം ഒരു 40 മാർക്കെങ്കിലും വേണം. അതിന് പുറമെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ വളരെ അഡ്വാൻറ്റേജ് ആണ്. ടോട്ടലി നിങ്ങൾക്ക് ഓരോ പെർസെന്റേജും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ സെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ള. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ജസ്റ്റ് പറയുന്നത്. ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യാം കേട്ടോ. കേരള സെറ്റ് ജനറൽ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു തംബ്നെയിൽ പിക്ചറും കൊടുത്തിട്ടാണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് കിട്ടും, MCQസിന്റെ ഡിസ്കഷൻ കിട്ടും, മോക്ക് ടെസ്റ്റ് കിട്ടും, നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും കിട്ടും ഇവൻച്വലി. ഓക്കെ, അപ്പൊ ഒരു 3000 റുപ്പീസ് വാല്യൂ വരുന്ന ഈ ഒരു കോഴ്സിന് ഇപ്പൊ ഫീസ് വരുന്നത് ഇന്നത്തേക്ക് മാത്രം 750 റുപ്പീസ്, വെറും 750 രൂപ, ഒരു 30 ദിവസത്തെ കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റി. അപ്പൊ അതിലുള്ള ഒരു കോണ്ടന്റിന്റെ ഒരു പിക്ചർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കണ്ട, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഞാൻ നിങ്ങൾ ആ ഒരു കോഴ്സിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കണ്ടോ, നിങ്ങൾ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ആ ഒരു കോഴ്സ് എന്നുള്ളത്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഈ കോണ്ടന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേപ്പർ 1ന്റെ ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. അത് കണ്ടോ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ 1 10 മിനിറ്റ് കാണുള്ളൂ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ 2 24 മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചു വേണ്ടി പറ്റും. കേരള എഡ്യൂക്കേഷൻ നിങ്ങളുടെ സിലബസിൽ എന്തായാലും ഉള്ളതാണ്. ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ചോദിക്കും. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ, ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ സയൻസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നമ്മൾ ഒരു 10ഓളം ക്ലാസ്സസ് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് ആഡ് ചെയ്ത് തരും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് പേപ്പർ 1 ക്ലാസ് എന്ന് പറഞ്ഞ പോലെ തന്നെ PYQ ഡിസ്കഷന്റെ ഒരു ഫോൾഡറും തരും. അപ്പൊ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം ആയിട്ടാണ് ക്രിസ്റ്റൽ ഇപ്രാവശ്യം നിങ്ങളുടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും ചീപ്പ് പ്രൈസിൽ ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് ആ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ആ വിഷയത്തെ കുറിച്ച് അറിയുന്ന ഫാക്കൽറ്റീസ് ഒക്കെ എടുത്തിട്ടുള്ള സെഷൻസ് തന്നെയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ആ ഒരു ഓഫർ 750 എന്ന് പറയുന്ന ഒരു ഓഫർ, 750 രൂപ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 750 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഷർട്ട് കിട്ടാൻ പോലും പാടാ. സിംപ്ലി സെയിം, ഒരു ഷർട്ട് കിട്ടാൻ വേണ്ടി പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രോഗ്രാംസ് ഏറ്റവും നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്ന രൂപത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്ത 6 മാസം വരെ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യേണ്ടി പറ്റും. അതിലെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, അതിൽ നിന്ന് നോട്ട്സ് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ ആ രീതിയിലോട്ടുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സെറ്റിന്റെ പേപ്പർ 1 കുട്ടികൾക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുള്ളത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിങ്ക്, അതായത് ഈ ആപ്ലിക്കേഷന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ അതിപ്പോ വരും. ദൃശ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഫൈൻ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മിസ്സാക്കാതെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് നിങ്ങളോട് ഇത്ര പറയാനുള്ളത്, നിങ്ങൾ സെറ്റ് എക്സാമിനേഷൻ പ്രാവശ്യം എഴുതുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പേപ്പർ 1 പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങൾക്ക് എവിടുന്ന് അഫോർഡബിൾ ആയിട്ട് എവിടെ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ കിട്ടുന്ന സീക്ക് ദാറ്റ് വൺ. നമ്മൾ ഇന്ന് മാത്രം കൊടുക്കുന്ന ഓഫറാണ് 750 എന്നുള്ളത്. നിങ്ങൾക്ക് ആ ലിങ്ക് വരുന്ന സമയത്ത് നോക്കിയാൽ മതി. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി തന്നെ അടക്കാനും പറ്റും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സസ് മാത്രമാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻസ് കയറി വരും, ആസ് വെൽ ആസ് നിങ്ങൾക്കുള്ള ടെസ്റ്റുകളും വരും. അപ്പൊ നിങ്ങൾ കുറച്ച് ടെസ്റ്റുകൾ എക്സാമിന് വേണ്ടി ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ഇപ്പൊ തന്നെ സെറ്റ് ആക്കി എടുക്കുക. കൂട്ടത്തിൽ നിങ്ങളുടെ പേപ്പർ 2 പഠിക്കുക. എന്നിട്ട് അടുത്ത സെറ്റ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ കൂടെ ഒരു ക്വാളിഫിക്കേഷനോട് ആഡ് ചെയ്തിട്ടുണ്ട് സെറ്റ്. അത് സാധാരണ പെർസെന്റേജിലാവരുത്, അത് ഹൈ പെർസെന്റേജിലാവണം. അപ്പൊ ആ രീതിയിൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അപ്രോച്ചാണ്, ഒരു സപ്പോർട്ടാണ്, ഒരു ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇന്ന് യൂട്ടിലൈസ് ചെയ്യാം. യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ടിട്ടുള്ള ആൾക്കാർ പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ടാവും. ഓക്കെ, അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം എന്ത് ചെയ്യുക, ഓക്കെ, അവർക്ക് ഈ ഇൻഫർമേഷൻ മാക്സിമം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം പലപ്പോഴും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ വിചാരിച്ചിരുന്നു കുറച്ചുകൂടെ കൂടുതൽ കുട്ടികൾ വരുന്ന ഡെഫിനറ്റ്ലി.
ഓക്കെ, അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളോട്ട് എത്തിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെ തന്നെ പറയുന്നുള്ളൂ. അവരും എക്സാം എഴുതിയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ പിഷ്കന്മാര്, നിങ്ങൾ മടിയന്മാര്, നിങ്ങൾ അത്ര വലിയ ആനന്ദം കണ്ടെത്താത്തവരാണെങ്കിൽ അയച്ചു കൊടുക്കും വേണ്ട. മനുഷ്യരല്ലേ, എല്ലാവരും നല്ലതായിക്കോണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇന്ന് മാത്രമേ ആ ഓഫർ കാണത്തുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ് കേട്ടോ. നാളെ വന്നിട്ട് സാർ നാളെ ഇതായിരുന്നു, ഇന്നലെ ഇതായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കരുത്. ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇന്ന് മാത്രമാണ് ആ 750 റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്നത്. നാളെ മുതൽ അതിന്റെ പ്രൈസ് മാറും. സോ ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇന്നത്തെ സെഷന് ശേഷം ഉള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി നൗ ഇറ്റ്സെൽഫ്. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. യു ഹാവ് ഓൾ ദ ടൈം ടുഡേ. ഇന്ന് രാത്രി വരേക്കും നിങ്ങൾക്ക് സമയമുണ്ട്. യു ക്യാൻ സിംപ്ലി ഗോ ത്രൂ ദാറ്റ് ലിങ്ക്, എന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ഓൾസോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, മീൻസ് അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അടുത്ത സെറ്റ് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ബെല്ല് സെറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ഓക്കെ, അതിൽ പേപ്പർ വേണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾ ഗുഡ്, ഓൾ ക്ലിയർ, എനി ഡൗട്ട്? സർ, ഞാനിപ്പോ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം നെറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് സെറ്റിന് എത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും? ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസ്പോൺസ് പറഞ്ഞുതരാം. രഞ്ജിമയുടെ മെയിൻ സബ്ജക്ട് ഏതാ? കൊമേഴ്സ് ആണ്. ഓക്കെ, ഒന്ന് കൊമേഴ്സ് സബ്ജക്ട് നിങ്ങൾ എത്രമാത്രം കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അതിന് പുറമെ പറഞ്ഞ പോലെ പേപ്പർ 1 നെറ്റിനുണ്ട്, സെറ്റിനുണ്ട്. ഞാൻ സെഷൻ തന്നെ കൊണ്ടുപോയത് നിങ്ങൾ കണ്ടില്ലേ? നെറ്റിനുണ്ട്, നെറ്റിനില്ല, സെറ്റിനുണ്ട്, സെറ്റിനില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിന്റെ അതെ റീസൺ അതെ. വെച്ചാല് നെറ്റിന്റെ പേപ്പർ 1 വളരെ വിശാലമായിട്ടുള്ള ഏരിയ ആണ് എന്ത് സെറ്റിനുള്ളത്. സെറ്റ്. ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്, വളരെ വിശാലമാണ്, 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നെറ്റിനുള്ള എല്ലാ ഏരിയസും എവിടെ ഇല്ല? സെറ്റിനില്ല. നെറ്റിനുള്ള ആകെയുള്ള നോക്കിക്കേ, നെറ്റിനുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ICT, ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി മെയിൻലി ഉള്ളൂ. ബാക്കിയുള്ള അല്ലാത്ത കാര്യങ്ങൾ നെറ്റിനുണ്ട്, അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള. അപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ആ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നെറ്റിന് ഇല്ലേ ഇല്ല. നെറ്റിന് ഇല്ലേ ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സും നെറ്റിന് വല്ലാണ്ട് ഇല്ല. ആകെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ICT മാത്രമേ വരാറുള്ളൂ. കൊമേഴ്സ് സബ്ജക്റ്റില് ഒരുപാട് നെറ്റും സെറ്റുമായിട്ട് കുറെയൊക്കെ കവർ ആവുന്നത് പോലെ ഉണ്ട് സബ്ജക്ട് വൈസ്. സബ്ജക്ട് വൈസ് വരും കേട്ടോ. സബ്ജക്ട് വൈസ് ഇപ്പൊ കൊമേഴ്സ് നല്ല രീതിയിൽ കവറപ്പ് ഉണ്ടാവും. അതേ സമയത്ത് ഹിസ്റ്ററി നിങ്ങൾ ആലോചിച്ച് ഹിസ്റ്ററി എടുക്കുന്ന ആൾക്കാർ, കദീജ നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നില്ലേ? നമുക്ക് നെറ്റിന് വരുന്നത് എന്താ? ഇന്ത്യൻ ഹിസ്റ്ററി, ഹിസ്റ്റോറിയോഗ്രാഫിയാണ് വരുന്നത്. പക്ഷെ സെറ്റിന് വരുമ്പോഴോ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, കോണ്ടംപററി കേരള ഹിസ്റ്ററി, കോണ്ടംപററി ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഫുള്ളി ഹിസ്റ്റോറിയോഗ്രാഫി, ഫുള്ളി വരുന്നില്ല കദീജ? സംതിങ് വെരി ബിഗ് അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ, ഒരു കാര്യം കൂടി വരുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. കദീജ എന്തൊന്നും മിണ്ടാത്ത, എന്നെ പരിചയമില്ലാത്ത പോലെ. ഞാൻ വിചാരിച്ച കദീജയാണെങ്കിൽ എന്നെ പരിചയം ഉണ്ടാവും. ഓക്കെ, യാ ഫൈൻ, താങ്ക് യു. അപ്പൊ ഈ കൊമേഴ്സ് പേപ്പർ വരുന്നത് കൊണ്ട് നെറ്റിനുള്ള അതേപോലെ തന്നെ പഠിച്ചു പോയാൽ മതിയായിരിക്കും അല്ലേ? ഞാൻ സബ്ജക്ട് നിങ്ങൾ എഫേർട്ട് കൊടുക്കണ്ട. സബ്ജക്ട് ഞാൻ പറഞ്ഞില്ലേ, സബ്ജക്ട് നിങ്ങൾ PG പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ സബ്ജക്റ്റിൽ അത്യാവശ്യം കഴിവുള്ളവർ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും കൺസേൺ ആക്കുന്നത് പേപ്പർ 1 നിങ്ങൾ എന്തായിട്ടുണ്ടെന്നുള്ളത്. കാരണം അത് നമ്മുടെ സബ്ജക്റ്റായിട്ട് നമുക്ക് കൂടുതൽ ടച്ച് ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ തോൽക്കും. അതുകൊണ്ട് ആ പേപ്പർ 1 മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ വെച്ചത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും, ഞാൻ പറഞ്ഞതുപോലെ ഐ ഹാവ് ദ ഫൈനൽ റിക്വസ്റ്റ്, നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഇത്രയും കാലം അച്ചീവ് ചെയ്തിരിക്കുന്ന നോളജ് തന്നെയാണ്. 5 വർഷം മിനിമം നോളജ് നിങ്ങൾ അവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേ സമയത്ത് നിങ്ങളുടെ പേപ്പർ 1 അങ്ങനെയല്ല. അപ്പൊ പേപ്പർ 1 കൃത്യമായിട്ട് നിങ്ങൾ ഒരു സ്ട്രോങ് ലേണിംഗ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഒരു ചെറിയൊരു കോഴ്സ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. ഒരു 30 days നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. നിങ്ങൾ മാറ്റി വെക്കാൻ ഫുള്ളി മാറ്റി വെക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഓരോ ടാസ്ക് ആയിട്ട് അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ട് മുന്നോട്ട് പോയാൽ മതി. എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നല്ല രീതിയിൽ സ്കോർ വാങ്ങിച്ചിട്ട് പേപ്പർ 1 ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. പേപ്പർ 2 അപ്പൊ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ആ പേപ്പർ 2 നിങ്ങൾക്ക് കിട്ടിയിട്ട് സെറ്റ് കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഓക്കെ, ഇതാണ് കാര്യം. ക്ലിയർ? ഓക്കെ സർ, ക്ലിയർ.
വേറെ ഒന്നുമില്ല എങ്കിൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഗ്രൂപ്പിലെ ലിങ്ക് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഗ്രൂപ്പിൽ ലിങ്ക് നോക്കിയിട്ട് ജസ്റ്റ് പ്രൊസീഡ് അക്കോർഡിംഗ്ലി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ പർച്ചേസ്. ഇന്ന് മാത്രമേ ആ ഓഫർ കാണത്തുള്ളൂ. എന്നോട് പിന്നീട് ചോദിച്ചിട്ട് നിങ്ങൾ വരരുത്. ഇന്ന് മാത്രമേ ഓഫർ കാണത്തുള്ളൂ. അതേ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഒരുപാട് പേരുണ്ടാവില്ലേ, നമ്മൾ ചിലപ്പം പേപ്പർ വണ്ണിന് ചില സ്പെഷ്യൽ സെഷൻ ഒക്കെ ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയും പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് അറിയാനും കുറച്ച് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഹാപ്പി ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. സർ, യാ, എ സെറ്റിന് തമിഴ്നാട് സ്റ്റുഡൻസ് എലിജിബിൾ ആണോ സർ? നേറ്റീവ് തമിഴ്നാട്. നേറ്റീവ് തമിഴ്നാട് എലിജിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല, നോക്കേണ്ടി വരും. പ്രോസ്പെക്ടസ് എടുത്ത് വായിക്കേണ്ടി വരും. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു ഗൈസ്. താങ്ക് യു, ബൈ.